ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും നാട്ടിലൊക്കെ അടിച്ചു പൊളിക്കായിരിക്കുമല്ലേ വെക്കേഷനൊക്കെ ആയിട്ട്. പിന്നെ വിഷു ഈസ്റ്റർ ഒക്കെ വരെയല്ലേ, എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. കാരണം ഓഫീസിൽ പോകുന്നത് പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണ സമയത്ത് അച്ഛൻ എനിക്ക് കപ്പ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിമീൻ ചെമ്മീനൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കപ്പയും കരിമീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി കോമ്പിനേഷൻ അല്ലേ? കപ്പയും മീൻ കറിയൊക്കെ നമുക്ക് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ. അപ്പോൾ കണ്ടാലോ? അതെ, ഒരു കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് അടിപൊളി കപ്പയാണെന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ കരിമീൻ അമ്മ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അത് ക്ലീനാക്കി തന്നു വിട്ടിട്ടുണ്ട് കരിമീൻ. കപ്പയുടെ പുറത്ത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ കപ്പ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്യാൻ വെക്കണം. കപ്പ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻകറിക്കുള്ള തേങ്ങയൊക്കെ ചിരകിയെടുക്കാം. അപ്പോൾ ഈ ചിരവ ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്, അമ്മ തന്നുവിട്ടാണ്. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. നല്ല ചിരവയാണ്. നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചിരണ്ടി എടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി 2 ഇല ഇടാന്ന് വിചാരിച്ചു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും കഴുകി എടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാം. അപ്പം മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഓരോരോ സാധനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്തൊക്കെ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചെടുത്തു. അത് വഴഞ്ഞു വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചെടുത്തു. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് മീൻ കുക്കായി വരണമല്ലോ. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ട്, അതായത് ഇത് നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ മീൻ മുറിച്ചൊന്നും ഇടുന്നില്ല, അതുപോലെ തന്നെ ഇടുവാണ്. ഇനി അതിന് ശേഷം ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാം തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1ാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഈസി അല്ലേ ഇതുണ്ടാക്കാനും? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയും അവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പേനകത്തോട്ട് നമുക്ക് താളിച്ച് ഇടണമല്ലോ.
അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, പിന്നെ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു, അതുപോലെ ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരണ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കപ്പയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നമ്മുടെ മീൻ കറിയും കപ്പയും ഇവിടെ റെഡിയാണ്. നമുക്ക് കഴിക്കാനെടുക്കാം. കപ്പ എടുത്തിട്ടുണ്ട്, വലിയൊരു മീൻ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ മീൻ ചാറും എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.